തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങാൻ NDA. പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. 2020 BJP വോട്ടുകൾ ഏകീകരിക്കുന്നത് ജനവിധിയിൽ നിർണായകമാകും. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, നമ്മൾ തിരുവനന്തപുരത്തെ സ്ഥിതി പരിശോധിച്ചു. എന്താണ് തൃക്കാക്കരയിലെ സ്ഥിതി? രാഖി, തൃക്കാക്കരയെ സംബന്ധിച്ച് NDAക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. കാരണം പ്രമുഖനായിട്ടുള്ള മലയാളികൾക്കേറെ സുപരിചിതനായിട്ടുള്ള അഖിൽ മാരാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. പ്രചാരണങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിച്ചത് മുന്നോട്ട് പോകും. ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചാരണം കാഴ്ചവെക്കും. കാരണം ഒരു ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടാണ് NDAയുടെ പ്രചാരണം മുന്നോട്ട് പോവുക. കാരണം നമുക്കറിയാം 2021 തന്നെ അവിടുത്തെ വോട്ടിംഗ് നിലയൊക്കെ അറിയാം. അതുമാത്രമല്ല, അന്തരിച്ച PT തോമസിന്റെ കരുത്ത് തെളിഞ്ഞ ഒരു മണ്ഡലമാണ് തൃക്കാക്കര. പ്രാദേശികമായിട്ടും അല്ലാതെയും ഒരു കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരിടമാണ് തൃക്കാക്കര. പക്ഷേ ഇത്തവണ അതിൽ ചില ഭിന്നതകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉമാ തോമസിനെതിരെ പ്രാദേശികമായിട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നു. അതൊക്കെ തന്നെ NDAക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ 2021 വോട്ടിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ PT തോമസിന് 60,000 ആയിരുന്നു വോട്ടിംഗ് നില. 47,000 വോട്ടായിരുന്നു LDFന്റെ സ്വതന്ത്രം നേടിയത്. അന്ന് മുന്നണി അല്ലാതെ തന്നെ 2020യും BJPയും വെവ്വേറെയായിരുന്നു മത്സരിച്ചത്. അന്ന് ഈ ഇരു കൂട്ടരും നേടിയത് മൊത്തത്തിൽ 30,000 വോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കടുത്ത മത്സരമായിരിക്കും തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നടക്കുക. സഹതാപ തരംഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഭാര്യ ഉമാ തോമസ്, PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് 73,000 വോട്ട് നേടിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇത്തവണ ആവർത്തിക്കാനിടയില്ല. കാരണം പ്രാദേശിക പരമായിട്ടുള്ള എതിർപ്പുകൾ ഉമാ തോമസിനെതിരെ ഉണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസിനിടയിൽ തന്നെ ഉമാ തോമസിനെ മത്സരിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള വിമർശനവും നേരത്തെ ഉയർന്നതാണ്. അതൊക്കെ തന്നെ നമ്മൾ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെയാണ് NDAക്ക് ഗുണം ചെയ്യുക. അതുമാത്രമല്ല, അഖിൽ മാരാർക്കുള്ള ജനസമ്മതിയും അതും വോട്ടായി മാറും. മാത്രവുമല്ല, ഈ തൃക്കാക്കരയെ സംബന്ധിച്ച് വലിയ വികസനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇടത് വലത് മുന്നണികൾക്കെതിരെ വലിയൊരു പൊതുജന വികാരം അവിടെ ഉടലെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഇരു മുന്നണികൾക്കുണ്ട്. അതായത് കോൺഗ്രസിൽ മാത്രമല്ല, ഇടതു മുന്നണിക്ക് അകത്തുമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഇതിനു മുന്നേ ഉള്ള വർഷങ്ങളിൽ LDFന് സ്വതന്ത്രന്മാരെയാണ് അവിടെ മത്സരിപ്പിക്കാനായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പ്രാദേശികപരമായിട്ടുള്ള വികാരം മാനിച്ചുകൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പുഷ്പദാസിനെയാണ് മത്സരിപ്പിക്കുന്നത്. പ്രാദേശികപരമായിട്ടുള്ള വികാരമൊക്കെ മാനിച്ചെങ്കിലും ഒരു അപ്രസക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി എന്നാണ് പുഷ്പദാസിനെ വിശേഷിപ്പിക്കുന്നത്. CPMന്റെ അണികളിൽ നിന്നാണ് അത്തരമൊരു കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലൂടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ചില വിടുപടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് CPMന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരിൽ നിന്ന് ഉയരുന്നത്. ഇതൊക്കെ തന്നെ ഈ വിമർശനങ്ങളും സ്ഥാനാർത്ഥികളെ, ഇരുമുന്നണികളുടെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കമൊക്കെ തന്നെ NDAക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം NDA ഇത്തവണ 2020യുമായിട്ടാണ് മുന്നണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ 2020യുടെ ആ വോട്ടിംഗ് ശതമാനവും BJPയുടെ വോട്ടിംഗ് ശതമാനവും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും NDAക്കുണ്ട്. രാഖി, രേഷ്മ, എന്തായാലും തൃക്കാക്കരയിൽ രേഷ്മ സൂചിപ്പിച്ചതുപോലെ NDAയുടെ പ്രതീക്ഷ അത് ചെറുതല്ല. പ്രത്യേകിച്ച് ഈ ഉമാ തോമസിനെതിരെയൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതകൾ ഉണ്ട്. കോൺഗ്രസിന്റെ സ്വാധീനം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളൊക്കെ കൂടി ആകുകയാണ്. നമുക്ക് നോക്കാം, എല്ലാവരും വികസനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്.